എല്ലാവർക്കും MC വേൾഡിൻ്റെ 18ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയ പപ്പായ വെച്ചിട്ടുള്ള ഒരു തോരനാണ്. നമ്മുടെ തൊടിയിൽ വിളഞ്ഞു കിടക്കുന്ന പപ്പായ കണ്ടോ, ഇത് ഞാനങ്ങ് പറിച്ചെടുത്തു. ഇനി ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഒരു ചിരവ ഉപയോഗിച്ച് ചിരകിയെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പപ്പായ ഇങ്ങനെ വളരെ തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ കത്തി കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്ത അത്രയും രസമായിട്ട് എനിക്ക് തോന്നാറില്ല. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേറെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് 4-5 ഒക്കെ ഇടാം. ഞാനതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. കാന്താരിമുളക് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ, 5 എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് 3, കറിവേപ്പില 2 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ജീരകം വേണ്ടവർ ജീരകം ഇട്ടോളൂ. ഓപ്ഷണലാണ്, ഞാനത് എന്തായാലും ഇടാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയിലുള്ള വെള്ളം പിഴിഞ്ഞ് കളയണം. ഇതും ഓപ്ഷണലാണ്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയാകും. പക്ഷേ ഞാൻ ഈ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. പിഴിഞ്ഞെടുത്ത പപ്പായയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഇത് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്തത് 1/2 മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 1/2 മുറി തേങ്ങയിലേക്ക് 5 കാന്താരി മുളക് കൂടി ചേർത്തതിന് ശേഷം വെള്ളം ഒന്നും ഒഴിക്കാതെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഈ തേങ്ങ നമുക്ക് പപ്പായയിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. കണ്ടതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കടുക് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് കടായി നമുക്ക് അടപ്പത്ത് വയ്ക്കാം. ബർണർ ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കുന്നത്. കടായിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് കടുക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഉഴുന്ന് ചേർക്കണമെന്നുള്ളവർ ഉഴുന്ന് ചേർക്കാം, ടേസ്റ്റ് കൂടും. ഞാനിപ്പം ഉഴുന്ന് ചേർക്കുന്നില്ല. ചുമന്നുള്ളി നന്നായിട്ട് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. വറ്റൽമുളക് 3 എടുത്തത് നടുക് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേപ്പില ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തു. ഇനി മെയിൻ ചേരുവ പപ്പായ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ശേഷം നമുക്ക് മൂടിയാണ് വേവിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊട്ടും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോരൻ കൂട്ടി ചോറ് മകൾക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അവളുടെ റിയാക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നോക്കാം, ആളടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്.
കർക്കിടക മാസം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ മാസമാണല്ലോ. ശരിക്കും ഒരു പഞ്ഞ കർക്കിടകം തന്നെയാണ് ഇപ്പോൾ അല്ലേ. MC വേൾഡിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണണം.